കോട്ടൻ്റെ നല്ല ഭംഗിയുള്ള 3-piece സെറ്റിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു നോർമൽ സ്ട്രൈറ്റ് കട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് വരുന്നതെന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ, അതായത് ബാക്കിൽ എ-ലൈൻ കട്ടിങ് ആയിരിക്കും, ഫ്രണ്ടിൽ മാത്രം നമ്മൾ ഇതുപോലെ ജസ്റ്റ് പ്ലീറ്റ് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ജയ്പൂരി പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ വരുന്ന കോട്ടണിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിങ് കൊടുത്തിട്ടാണ് ദുപ്പട്ട സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ യോക്കിൽ ഇതുപോലൊരു പാച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലൊരു സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് കുറച്ചൊരു സെമി പാർട്ടി വെയർ സ്റ്റൈലും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു പാറ്റേൺ ആണ്. നല്ലൊരു കോളർ സ്റ്റൈലിംഗ് ആണ് വരുന്നത്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് സ്മോൾ ടു XXL വരെയുള്ള സൈസ് നമ്മൾ ഇതിനകത്ത് അവൈലബിൾ ആക്കുന്നത്. പ്രൈസ് വരുന്നത് 1690 ആണ്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നു പറയുന്നൊരു പീച്ച് ഓറഞ്ച് ടോണിൽ വരുന്നൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. സോ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട ഉണ്ട് ഇതുപോലെ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. താഴെ ഹെം ലൈൻ വരുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റും, പിന്നെ നമ്മുടെ മേളിലാണെങ്കിൽ നല്ല ഫ്ലോറൽസ് ഒരു കലംകാരി ടച്ചൊക്കെ വരുന്ന ടൈപ്പ് ഒരു പ്രിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നല്ല ലെങ്ത് ഒക്കെ വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഇതൊരു സെൽഫ് ജക്കോട്ട് ടൈപ്പ് കോട്ടൺ ഫാബ്രിക് ആണ്. അതിലേക്ക് നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. നല്ല ബിഗ് ഫ്ലോറൽസ് കൊടുത്ത് ബിഗ് പ്രിൻറ്റിംഗ് ആണ് നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ളത്. സോ നല്ലൊരു സ്റ്റൈലിഷ് പാറ്റേണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ പ്ലീറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു മെറ്റേണിറ്റി സ്റ്റൈലിങ്ങിലും കുറച്ചൊരു ഡിഫറെൻറ്റ് നോർമൽ എ ലൈൻ അല്ലെങ്കിൽ നോർമൽ സ്ട്രൈറ്റ് കട്ടൊക്കെ വെയർ ചെയ്യുന്നതിലും കുറച്ചൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഒക്കെ വരുന്ന 3/4 സ്ലീവ്സിൽ 3/4 മുകളിൽ ലെങ്ത് വരുന്ന സ്ലീവ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദുപ്പട്ടയുടെ ഒരു പ്രിൻറ്റഡ് പാറ്റേണിൽ വരുന്ന സ്ട്രെയിറ്റ് കട്ട് ബോട്ടവും കൂടിയാണ് ഇതിനും കൂടി വരുന്നത്. സോ നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രീൻ. ഇതാണ് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ. കോട്ടൺ ആയതുകൊണ്ട് എപ്പോഴും ട്രെൻഡിങ്, എപ്പോഴും പോകുന്നൊരു, അതായത് ഡെയിലി വർക്ക് ചെയ്യുന്നവർക്കും ഡെയിലി വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടായിട്ടുള്ള ടൈപ്പ് പാറ്റേൺ ആണ്. സോ നല്ല മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആട്ടോ നമ്മൾ ഈ കാണിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളുടെ ബോട്ടം വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ട്രെയിറ്റ് കട്ട് പാറ്റേൺ, നമുക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നൊരു കോട്ടൺ സ്പെഷ്യൽസിൻ്റെ കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത്. 1690 സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോൾ ടു XXL വരെയുള്ള സൈസാണ് അവൈലബിൾ ആക്കുന്നത്. ഇനി അടുത്തത് വരുന്നതെന്ന് പറയുന്നത് ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ഇത് നല്ലൊരു ടോൺ ആട്ടോ, നല്ലൊരു ബീച്ച് ടു ഒരു ബ്രൗണിഷ് കോമ്പിനേഷനാണ് വരുന്നത്. നല്ല റെയർ ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. നല്ലൊരു തീമിലൊക്കെ, അതായത് കുറച്ചൊരു പേസ്റ്റൽസ് എല്ലാ ഏജിലുള്ളൊരു കസ്റ്റമേഴ്സിനൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡ് ചാർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ദുപ്പട്ട. അതുകൊണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല കോട്ടണിൽ വരുന്ന, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ലൊരു യൂണീക്ക് സ്റ്റൈലിഷ് പാറ്റേൺ ആണിത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയുള്ള സൈസാണ് അവൈലബിൾ ആക്കുന്നത്. അടുത്തതൊരു ഡാർക്ക് ചാർട്ടിലാണ് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കും ഷെയ്ഡ് ഒരു നല്ലൊരു ഡിമ്മായിട്ട് വരുന്നൊരു ബ്ലാക്കിൽ നല്ല പീച്ച് ടോണിൽ വരുന്ന ഫ്ലോറൽസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡ് പ്ലീറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ഫ്രണ്ടിൽ യോക്കിൽ ഇതുപോലെ പിൻഡെക്ക് പാറ്റേൺ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെൻറ്ററിൽ പ്ലീറ്റ്സ് വരുന്നില്ല, ബട്ട് നമുക്ക് ഇതിനകത്ത് 2 സൈഡിൽ, അതായത് സൈഡിൽ ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും വരുന്നുണ്ട്, ഫ്രണ്ട് സൈഡിലും നമുക്കിതുപോലെ സൈഡ് പ്ലീറ്റിംഗ് കൊടുത്തിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. സെയിം തന്നെ കോളർ നെക്ക് പാറ്റേൺ ആണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ കേട്ടോ. ഈ ഒരു പാറ്റേണിൽ ബാക്ക് പോർഷൻ വരും. ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഓരോ പിൻഡെക്സിലും സ്റ്റൈൽ ചെയ്തുകൊണ്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത്. ഫ്രണ്ടിൽ ഫുൾ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ട് താഴെ ഒരു സെൻറ്റർ കട്ടിങ് വരുന്നുണ്ട്. കുറച്ച് നോർമലി നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. അതുകൊണ്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. സെയിം ടോണിൽ നമ്മുടെ ദുപ്പട്ടയും ടോപ്പൊക്കെ അത്യാവശ്യം ഓൾമോസ്റ്റ് പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം എൻഡിൽ ആ ഒരു വർക്കും കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. സെയിം പ്രൈസ് 1690 ആണ്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയുള്ള സൈസാണ് നമ്മളിതിനകത്ത് അവൈലബിൾ ആക്കുന്നത്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്